ഈ ഗ്യാപ്പ് വീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഓ അങ്ങനെ അല്ലേ. അങ്ങനെ എല്ലാവരും അകട് നോക്കി പശുക്കൾ എടുക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്യാപ്പ്, ഈ വീതി, വീതി ഉണ്ടെങ്കിൽ പശുക്കൾക്ക് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളതാണ്. പശുവിന് നല്ല പാല് കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഹിപ്പ്, ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നോക്കും, പശുവിന്റെ ബോഡി ഹൈറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പശുക്കളെ സെലക്ട് ചെയ്യാറ്. ക്ഷീരമേഖല ഭയങ്കര നഷ്ടമാണ്. പച്ച കള്ളത്തരം ഞാൻ പറയുള്ളൂ. കാരണം ക്ഷീരമേഖല നല്ല പ്രോഫിറ്റ് ആണ്, നല്ല മാർക്കറ്റ് ഈറോഡ് മാർക്കറ്റ് ആണ്. നമുക്കിപ്പോ പുറത്ത് പോയി പശുക്കളെ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈറോഡ് മാർക്കറ്റ് ആണ് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ട്. കേരളത്തെ സംബന്ധിച്ച് തൊട്ടടുത്ത് ഈറോഡാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ശക്തിയണ്ണന്റെ അടുത്ത് പശുക്കളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമായിട്ട് ശക്തിന്റെ അടുത്താണ് പശുവിനെ എടുക്കാറ്. കേരളത്തില് പശു വളർത്തുന്നവരുടെ ഇടയിൽ, പശു വളർത്താത്തവരുടെ ഇടയിലും അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് ഡാനിഷ് അല്ലേ. ഫാമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ഇന്നിപ്പോ എത്ര എടുത്തിട്ടുണ്ട്? ഇന്നിപ്പോ നമ്മൾ 7 എടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് പശുക്കൾ, എല്ലാം ഹൈബ്രിഡ് എടുത്തിട്ടുണ്ട്. ഒരു 25 ലിറ്ററിന്റെ മേലോട്ട് കിട്ടുന്ന പശുക്കളെ മാത്രമേ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാറുള്ളൂ. ജേഴ്സി ക്രോസ് ആണ് ഞാൻ പറയാ. ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ പാലിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. പശുക്കൾക്ക് അസുഖങ്ങളൊന്നും വരികയില്ല. എന്തായാലും ശക്തിയുടെ സർവീസ് എങ്ങനെയുണ്ട്? നല്ല സർവീസാണ്. കാരണം നമുക്ക് ശക്തി പറഞ്ഞ പാല് നമുക്ക് കിട്ടും. നമ്മൾ ശക്തിനോട് ഇതിന് എത്ര പാല് കിട്ടുമെന്ന് ശക്തിനോട് ചോദിച്ചാൽ ശക്തി 20 ലിറ്ററേ പറയുള്ളൂ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ 25 ലിറ്ററിന്റെ മുകളിൽ നമുക്ക് കിട്ടാറുണ്ട്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ തന്നെ ശക്തി അത് മാറ്റി തരികയും ചെയ്യും. ശരി, അപ്പൊ എന്തായാലും ഈറോഡ് മാർക്കറ്റും പിന്നെ ശക്തിയണ്ണനും അടിപൊളിയാണ്. അതെ, അടിപൊളിയാണ്.